ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിനും ശരീരത്തിനെല്ലാം വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെടാറുണ്ട്. വെറുതെ അങ്ങനെ തളർന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പാടന്നെ ഞാൻ ലൈറ്റായിട്ടൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ടിൽ കയറി. എന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കോഴിൻ്റെ കാല് വേണ്ടാന്ന് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്തെ പറഞ്ഞ് അങ്ങനെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസെല്ലാം ബിരിയാണി റൈസിനോട് ചേർത്ത് വെച്ചിട്ട് കഴിച്ചേ. ഒരു ആവറേജ് ബിരിയാണി. അങ്ങനെ ഒരു മജ ആയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ആ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ആ സ്പോട്ട് വരുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒമാസിൻ റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ഇരിട്ടിയിലോട്ടാണ്. ഇരിട്ടിയിൽ നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് പിന്നെയും എനിക്ക് ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങി. പിന്നെ എന്തെന്നാ ചെയ്യുക, തിരിച്ച് വരുന്ന വഴിക്ക് ചെറിയൊരു തട്ടുകട പോലത്തെ ഹോട്ടലിൽ കയറിയിട്ട് കിട്ടുന്ന ഒരു അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയും പറഞ്ഞ്, പിന്നെ ഇരിട്ടിക്കാരുടെ പ്രിയപ്പെട്ട ദോശയും പറഞ്ഞ്, അത് കൂട്ടി പിടിക്കാനായിട്ട് ഒരു ബീഫ് ചില്ലി ഉണ്ട്, പിന്നെ ബീഫിൻ്റെ എല്ല് കറി ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അവസാനം ഒരു മുരിങ്ങ നെയ്പ്പത്തലും കഴിച്ചു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഉളിയിലുള്ള ഹൈവേ തട്ടുകടയാണ്. അപ്പം ശരി.